നിതിൻ രാജിന്റെ ആത്മഹത്യയിൽ ഇടപെട്ട ദേശീയ പട്ടികജാതി വകുപ്പ് 2 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് ദേശീയ പട്ടികജാതി വകുപ്പിന്റെ ഉത്തരവ്. അതേസമയം നിതിൻ രാജിന്റെ ആത്മഹത്യയിൽ ഗുരുതര ആരോപണങ്ങൾ ആവർത്തിക്കുകയാണ് കുടുംബം. ജാതി അധിക്ഷേപവും മാനസിക പീഡനവുമാണ് മരണത്തിന് കാരണമെന്നാണ് ആരോപണം. ഒപ്പം ലോൺ ആപ്പ് വിവാദം സത്യങ്ങൾ മറയ്ക്കാനുള്ള ശ്രമമാണെന്നും കുടുംബം പറയുന്നു. BJP സംസ്ഥാന സെക്രട്ടറി ശ്യാംരാജ് നൽകിയ പരാതിയിലാണ് ദേശീയ പട്ടികജാതി വകുപ്പ് ഇടപെടൽ നടത്തിയിട്ടുള്ളത്. നിതിൻ രാജിന്റെ ആത്മഹത്യയിൽ 5 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ദേശീയ പട്ടികജാതി വകുപ്പ് സംസ്ഥാന പോലീസ് മേധാവിയോട് ആവശ്യപ്പെട്ടു. അതേസമയം നിതിൻ രാജ് ലോൺ എടുത്തിരുന്നുവെന്ന് കുടുംബം സമ്മതിക്കുന്നുണ്ടെങ്കിലും അത് അമ്മയുടെ ചികിത്സയ്ക്കായി മാത്രമാണെന്നാണ് വിശദീകരണം. അതേസമയം ലോൺ ആപ്പ് പരാതിയുടെ മറവിൽ നിതിൻ നേരിട്ട ജാതി അധിക്ഷേപങ്ങളും മാനസിക സംഘർഷവും മറച്ചുവെക്കുകയാണെന്നുള്ള ഗുരുതര ആരോപണവും കുടുംബം ഉയർത്തുന്നുണ്ട്. അഥവാ അങ്ങനെ അധ്യാപികയ്ക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറുകളെല്ലാം അവരെല്ലാവരും കയ്യിലുണ്ടല്ലോ. മരിച്ചപ്പോഴും അവർ ഞങ്ങളെ വിളിച്ചല്ലോ. പിന്നെ അതിനു മുമ്പ് എന്ത് വിളിക്കാത്ത അവനെ വിളിച്ച് ടോർച്ചർ ചെയ്തത് നിങ്ങളെ മോൻ്റെ പേരിൽ ഒരു ആപ്പിൻ്റെ പേരിൽ എന്നെ നിരന്തരം ഭീഷണിപ്പെടുത്തുകയാണ് എന്ന് പറഞ്ഞ് ഒരു കോൾ എനിക്ക് വന്നിട്ടില്ലല്ലോ. ഒരു കോൾ എൻ്റെ ഫോൺ ഇവിടെ ഇരിപ്പുണ്ട്, ഒന്നും ഡിലീറ്റ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് നോക്കാം. കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയും ജെബി മേത്തർ MPയും നിതിന്റെ വീട് സന്ദർശിച്ചു. മകന്റെ മരണവാർത്ത പോലും മാധ്യമങ്ങളിലൂടെ അറിഞ്ഞ കുടുംബം ഇന്നും ആ ഞെട്ടലിൽ നിന്നും മുക്തരായിട്ടില്ല. കണ്ണീർ നനഞ്ഞ വീടിനുള്ളിൽ നീതി തേടി കാത്തിരിക്കുകയാണ് ഈ കുടുംബം. ജനം, തിരുവനന്തപുരം.